വെൽക്കം ബാക്ക് ടു കുഞ്ഞാമിനാസ് റെസിപ്പീസ്. നമ്മളിന്ന് വടകപ്പുളി വെച്ചിട്ടുള്ള ഒരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കയ്പ്പൊക്കെ കുറവുള്ള ഒരു നാരങ്ങാച്ചാറാണ് കേട്ടോ അത്. അപ്പോൾ അതിന് ഈ അച്ചാറിന് നമ്മൾ വടകപ്പുളി ഇതേപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. വലിയ നാരങ്ങയാണല്ലോ ഈ വടകപ്പുളി എന്ന് പറയുന്നത്, കരനാരങ്ങ. അത് നമ്മൾ മുറിച്ചെടുത്തിട്ട് തൊലി കളഞ്ഞ് മുറിച്ചെടുത്ത് ഉപ്പിട്ട് വെക്കണം. അതൊരു 10 മിനിറ്റ് വെക്കുക. ദെൻ നമ്മളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കണം. ദെൻ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ദെൻ ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ല മൂത്ത് വരണം കേട്ടോ. നല്ല കളറൊന്ന് മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലോണം വറുത്ത പോലെ ആയിട്ടില്ലെങ്കിൽ നമ്മൾ അച്ചാർ നാശമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കാനുള്ളതാണല്ലോ, അപ്പോൾ നല്ല മൂപ്പിച്ചെടുക്കണം. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കായം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അല്പം വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. വിനാഗിരി മാക്സിമം ചേർത്ത് കൊടുത്താലാണ് നമ്മളെ അച്ചാറിന് നല്ല ഗ്രേവി ഉണ്ടാവുള്ളൂ കേട്ടോ, അങ്ങനെ കറി പോലെ ചാറുണ്ടാവുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. നെക്സ്റ്റ് നമ്മൾ ഈ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ വടകപ്പുളി നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ മസാലയും അതിലേക്കൊന്ന് ആവണ വരെ. ദെൻ ഇതിലേക്ക് നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ജാഗരി ഇട്ട് കൊടുക്കുന്നുണ്ട്, ശർക്കര. അതാണ് നമ്മളുടെ ഇതിലത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ആ കയ്പ്പ് കുറക്കുന്നത്. then അതൊന്ന് ഉടയുന്നത് വരെ നമ്മളതൊന്ന് തീയിലിട്ടിട്ട് മെല്ലെ സ്ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. then കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുത്ത് നമ്മളുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്യുന്നൊക്കെ. ബൈ ഫ്രം കുഞ്ഞാമിനാസ് റെസിപ്പീസ്.